അപ്പോഴേ ഇന്നുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിലാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലായിട്ടുള്ള തവക്കൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ചേലക്കര ടൗണിൽ നിന്ന് 2 കിലോമീറ്ററും ബസ് റൂട്ടിൽ നിന്നാകുമ്പോൾ ജസ്റ്റ് ഒരു 300-400 മീറ്റർ ഉള്ളിലോട്ടായിട്ട് 15 സെൻറ്റ് സ്ഥലത്ത് 1200 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമുള്ളൊരു വീടും അതുപോലെ ഒരു 3-4 തെങ്ങുകൾ, നല്ലതുപോലെ കായ്ക്കുന്ന ഒരു 4-5 തെങ്ങുകളും കുടിവെള്ളത്തിനായിട്ട് ഓപ്പൺ കിണറും അതുകൂടാതെ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട് കേട്ടോ. അപ്പം ഇത് ഏകദേശം ഒരു 10 വർഷത്തിനടുത്ത് പഴക്കമുള്ളൊരു വീടാണ്. മുഴുവൻ ഇഷ്ടിക കൊണ്ടൊക്കെ പണിത് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന നല്ലൊരു വീട് വേണ്ട. അതുപോലത്തെ ഒരു നല്ലതുപോലെ കായ്ഫലമുള്ള ഒരു 4-5 തെങ്ങുകളുണ്ട് ഇതിനകത്ത്. അതുകൂടാതെ തെങ്ങിൻ തൈകൾ കുറച്ച് വെച്ചതുണ്ട്. അപ്പോൾ നമുക്ക് ചുറ്റുഭാഗം പെരുമാറാനായിട്ട് നല്ലതുപോലെ സ്ഥല സൗകര്യമുള്ള 15 സെൻറ്റ് സ്ഥലത്ത് ചുറ്റുഭാഗം നിറയെ വീടുകളൊക്കെയുള്ള ഒരു ഏരിയയിലാണ് ഈ വീടുള്ളത്. ഇതിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്, ഈസ്റ്റ് ഫേസിങ് കിഴക്കോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത് കേട്ടോ. നല്ല വീടാണ്. വീടിന് യാതൊരു തരത്തിലുള്ള ചുമരുകൾക്ക് വിള്ളലോ പൊട്ടലോ അല്ലെങ്കിൽ റൂഫിംഗ് ഭാഗത്തേക്ക് വല്ല ലീക്കേജോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ലാത്ത നല്ലൊരു വീട്. ഈ വീട്ടിലേക്ക് വരുന്ന വഴി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ വണ്ടികൾ, അതായത് ഇന്നോവ പോലത്തെ കാറുകളോ അല്ലെങ്കിൽ എർട്ടിക പോലത്തെ അങ്ങനത്തെ വണ്ടികളൊന്നും വരില്ല. സ്വിഫ്റ്റ്, വേഗണർ, ഓൾട്ടോ, ഇതിപ്പോൾ ഇവർക്കുള്ളത് മറ്റേ ഓൾട്ടോയുടെ എക്സ്പ്രസോ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അതൊക്കെ സുഖമായിട്ട് നമ്മുടെ കോമ്പൗണ്ടിലേക്ക് എത്തും. വേറെ വലിയ വണ്ടികളൊന്നും വരില്ല. അത് ജസ്റ്റ് ഒരു നല്ല വലിയ വണ്ടികളൊക്കെ വരുന്ന ഭാഗത്തു നിന്ന് ജസ്റ്റ് ഒരു 50 മീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്കും വേറൊരു വീട്ടിലേക്കും മാത്രമായിട്ടുള്ള വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടിട്ടുള്ളത് നിങ്ങൾ കാണുന്ന ഒരു വഴി. അപ്പോൾ ആ സിറ്റ് ഔട്ട് കഴിഞ്ഞ ഉടനെ നമുക്ക് നല്ലൊരു ലിവിങ് റൂമിനോട് ചേർന്ന് 3 ബെഡ്റൂം, ഡൈനിങ്, അടുക്കള, വർക്ക് ഏരിയ എന്നീ സൗകര്യങ്ങളാണ് ഈ വീടിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ 3 ബെഡ്റൂമിന് 2 ബാത്റൂം, അതായത് കോമൺ ആയിട്ട് 2 ബാത്റൂം സൗകര്യമാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ള, 10 വർഷം മുമ്പ് തന്നെ നല്ല രീതിക്ക് പണി കഴിപ്പിച്ചിട്ടുള്ളൊരു വീടാണ് കേട്ടോ. അതിൽ അറ്റാച്ച്ഡ് ഇല്ല എന്നുള്ളൊരു അസൗകര്യം മാത്രമാണ് ഈ വീടിനുള്ള ചെറിയൊരു പോരായ്മ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ നമുക്കത് അറ്റാച്ച്ഡ് ആക്കാൻ പറ്റും. അതായത് ഈ 2 ബെഡ്റൂമിൻ്റെയും സെൻട്രലായിട്ട് കോമൺ ബാത്റൂം കൊടുത്തിരിക്കണം. നമുക്കൊന്ന് ആൾട്രേഷൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ 2 ബെഡ്റൂമിൽ നിന്നും കയറാൻ പാകത്തിനുള്ളൊരു അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു രീതിക്കാണ് ബാത്റൂം വരുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ടൗണിൻ്റെ സൗകര്യമാണ്. ചേലക്കര ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ ദൂരം. അതുപോലെ അമ്പലം, അന്തിമഹാകാളൻ അമ്പലത്തേക്കൊക്കെ ആണെങ്കിൽ 1 കിലോമീറ്റർ ദൂരം. പള്ളി, മുസ്ലിം പള്ളിക്കാണെങ്കിലും ഒരു 500-300 മീറ്റർ ദൂരമാണ് ഉള്ളത്. അതുപോലെ ആരാധനാലയങ്ങൾ, എല്ലാവിധ സൗകര്യങ്ങളും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും ചേലക്കര ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങൾക്കും ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് കേട്ടോ. നമുക്ക് അടുക്കള ഇവിടെ തന്നെ ഉണ്ടോ, പുകയെടുപ്പ് ഈ ഭാഗത്താണുള്ളത്. എല്ലാം മുള്ളമീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് അവിടെ വീട്ടിൽ. അപ്പോൾ ഇതിനോട് ചേർന്ന് പുറകിലെ വർക്ക് ഏരിയ, ഇവിടെ പാത്രം കഴുകാനുള്ള സൗകര്യം, അതുപോലെ കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യം ഇവിടെയാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടോ, അതുകൊണ്ട് ഈ ഭാഗത്താണ് നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം സൗകര്യം. അതിനകത്ത് ഒരു യൂറോപ്യൻ ക്ലോസറ്റും ഉണ്ട്, ഒരു ഇന്ത്യൻ ക്ലോസറ്റും അതിനകത്ത് തന്നെ വെച്ചിരിക്കുന്നു. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. നമുക്ക് ചുറ്റുഭാഗത്ത് ഈ വീടിൻ്റെ പക്ഷി പറവകളൊന്നും ഉള്ളിലേക്ക് കിടക്കാത്ത രീതിക്ക് ചുറ്റും ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ട് ആ വർക്ക് ഏരിയയിൽ. പൈപ്പ് ലൈൻ കണക്ഷൻ കൂടാതെ തന്നെയാണ് ഞാൻ പറഞ്ഞത് കിണർ വെള്ളം ഉള്ളത് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ അടുത്ത റെയിൽവേ സ്റ്റേഷനുകളൊക്കെ എന്നൊക്കെ പറയാനായിട്ട് ഷൊർണൂർ, ഒറ്റപ്പാലം ഒക്കെയാണ്. ഷൊർണൂർക്കൊക്കെ ഈ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ദൂരത്ത് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത ഞങ്ങളുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. 35 ലക്ഷം രൂപയാണ് ഈ 15 സെൻറ്റ് സ്ഥലവും ഈ 1200 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ എൻ്റെ ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അടുക്കള കൃഷി ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ സ്ഥല സൗകര്യം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ ഇപ്പോൾ ഇഞ്ചിയും മഞ്ഞളും ഒക്കെ വെക്കാനുള്ള അതൊക്കെ വെച്ചിട്ടുണ്ട്. കപ്പയും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നാടൻ പച്ചക്കറികളായിട്ട് വെണ്ടയും വഴുതനയും ഒക്കെ വെക്കാനുള്ള
സ്ഥലമുണ്ട് ഇതിനകത്ത്. വിറക് പുര ഷീറ്റ് റൂഫ് ചെയ്തിരിക്കുന്ന വിറക് അടുക്കി വയ്ക്കുന്ന ഭാഗത്തൊക്കെ. ഇനിയിപ്പോൾ ഇങ്ങനെ ഈ വീട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇനിയൊരു വീട് പണിയണമെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട്. ഇതേ ചേലക്കര ഭാഗത്തൊക്കെ അതുപോലത്തെ വീട് അന്വേഷിച്ച് വിളിച്ച ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഉതകുന്ന രീതിയിലുള്ളൊരു നല്ലൊരു ഏരിയയിലാണ് വീടുള്ളത്. നല്ല ഏരിയയിലാണ്. നിങ്ങൾക്ക് വന്ന് കാണേണ്ട ഈ ഭാഗങ്ങളൊക്കെ അറിയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അറിയാൻ പറ്റും. നാളികേരം ഇഷ്ടംപോലെ നാളികേരം കേട്ടോ തെങ്ങുകളിലൊക്കെ. ഞങ്ങൾ വരുന്നതിൻ്റെ 2 ദിവസം മുന്നാണ് ഇതിനകത്തൊക്കെ ആയ നാളികേരം, മൂത്ത നാളികേരം കിട്ടുന്നത്. ഇതിപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിനകത്തൊക്കെ. അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ. ആണ്ടോ ആ മുന്നിലൂടെ ആ കോൺക്രീറ്റ് റോഡ്, അത് എല്ലാ വണ്ടികളും പോവും. അതിൽ നിന്ന് ജസ്റ്റ് ഒരു 50 മീറ്റർ ദൂരം നമുക്ക് ഈ വീട്ടിലേക്കുള്ളൂ. അത് കാറൊക്കെ വരും. ഇതിൻ്റെ മുറ്റത്ത് ഇവരുടെ കാറ് നിൽക്കുന്നുണ്ടല്ലോ, എക്സ്പ്രസ്സോ പോലത്തെ വണ്ടി. വലിയ വാഹനങ്ങൾക്ക് വരാനാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഇന്നോവ പോലത്തെ വണ്ടികളൊന്നും വരില്ല. ചെറിയ കാറുകൾ സുഖമായിട്ട് നമുക്ക് കോമ്പൗണ്ടിലേക്ക് ഓടി വരാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ 1-2 മുറിയൊക്കെ എടുക്കുകയാണെങ്കിൽ മുകളിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ മുഴുവനായും കാണുക. കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വിളിക്കരുത്. എല്ലാ ഭാഗങ്ങളും കണ്ടതിന് ശേഷം ഞങ്ങളുടെ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്ന വില ഞാൻ ഒരിക്കൽ കൂടെ പറയാം. 15 സെൻറ്റും 1200 സ്ക്വയർ ഫീറ്റിനും കൂടെ ചോദിച്ചിരിക്കുന്ന വില 35 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ കൂടിയാണ്. അധികമായിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്ത് വിലയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരും. അത് ഉടമസ്ഥനുമായിട്ട് നിങ്ങൾക്ക് നേരിട്ടിരുന്ന് സംസാരിക്കാം. എന്തായാലും പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരുന്നത് വരെ ബൈ ബൈ.